പാലക്കാടിന്റെ കിഴക്കൻ ഗ്രാമങ്ങളിൽ ഓണത്തെ വരവേൽക്കാൻ പൂക്കളങ്ങൾ ഒരുങ്ങി. മിഥുനം 1 മുതൽ തിരുവോണം വരെ പൂക്കളം ഒരുക്കുന്ന പാലക്കാട്ടെ നാട്ടുവിശേഷം കാണാം. ഇടവപ്പാതി നനവിൽ തളിർക്കുന്ന വേലിപ്പടർപ്പുകൾ പൂവിട്ട് തുടങ്ങുന്നതോടുകൂടി ഈ നാട്ടിൻപുറത്തെ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. മിഥുനം 1 മുതൽ ആരംഭിക്കുന്ന ഈ പൂക്കളമിടൽ ചിങ്ങത്തിലെ തിരുവോണ നാൾ വരെ തുടരും. ചില പ്രദേശങ്ങളിൽ മിഥുനം 1 മുതലും ചിലയിടങ്ങളിൽ കർക്കിടകം 1 മുതലും ആരംഭിക്കുന്ന പൂവിടൽ 2 മാസത്തിലേറെ നീണ്ടു നിൽക്കും. പഞ്ഞമാസങ്ങളിലെ പ്രതിസന്ധികളിലും വീടിന്റെയും കുടുംബത്തിന്റെയും ഐശ്വര്യം നിലനിർത്തുക എന്നതാണ് ഇതിന് പിന്നിലെ വിശ്വാസം. കടുത്ത വേനലിന് ശേഷം ഭൂമി വീണ്ടും പുഷ്പങ്ങളാൽ സമൃദ്ധമാകുന്ന മിഥുനമാസം നല്ല നാളുകളെ വരവേൽക്കാനുള്ള സമയമായാണ് ഗ്രാമീണർ കാണുന്നത്. ചിങ്ങമാസത്തില് ഓണം വരുന്നതിന് മിഥുനമാസം 1-ാം തീയതി തന്നെ നമ്മ പൂക്കളും ഇടും. ചിലവര് കർക്കിടകം 1-ാം തീയതി ഇടും, ചിലവര് അത്തത്തിനിടും. അപ്പൊ അതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ളത്. വീടിന് ചുറ്റുമുള്ള പൂച്ചെടികളിൽ നിന്നും വേലികളിൽ വിരിയുന്ന നാടൻ പൂക്കളിൽ നിന്നുമാണ് പൂക്കളത്തിനാവശ്യമായ പൂക്കൾ ശേഖരിക്കുന്നത്. അയൽ വീടുകളിലും വയലുകളിലും എത്തി പൂക്കൾ ശേഖരിക്കുന്ന ഈ പതിവ് ഗ്രാമീണ കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ അമ്മമാരോടൊപ്പം പൂക്കളം ഇടാറുണ്ട്. വീട്ടിലെ പൂക്കള് എല്ലാ പൂക്കളും വീട്ടിലുണ്ടാവുന്ന ചെമ്പരത്തി ആയാലും ചെണ്ടമല്ലി, കോളാമ്പി അങ്ങനെയുള്ള പലതരം പൂക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ മുറ്റത്ത് ഇടാറുള്ളത്. നമ്മള് എല്ലാവിടെയും അത്തം മുതലൊക്കെ ഇടാറുള്ളൂ. നമ്മുടെ ഇവിടെ ഈ നാട്ടില് മിഥുനമാസം മുതലേ ഇടാറുണ്ട്. അമ്മമാരിന്റെ ആ ഒരു ശീലം കണ്ടിട്ടാണ് നമ്മളിത് തുടർന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അത് തുടർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. കടകളിൽ നിന്ന് പൂക്കൾ വാങ്ങി പൂക്കളം ഒരുക്കേണ്ട അവസ്ഥയിലേക്ക് പല പ്രദേശങ്ങളും മാറിയപ്പോൾ നാടൻ പൂക്കളെയും പൂർവികർ കൈമാറിയ നന്മകളെയും ഇന്നും നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുകയാണ് പാലക്കാടിന്റെ ഈ ഗ്രാമങ്ങൾ. പിന്നെ സാധാരണയായിട്ട് ഓണത്തിന് 4 ദിവസം മാത്രമേ നമ്മൾ പൂക്കൾ, ചെണ്ടുമല്ലി അങ്ങനത്തെ പൂക്കൾ മേടിക്കാറുള്ളൂ കാശ് കൊടുത്തിട്ട്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലുള്ള പൂക്കൾ തന്നെയാണ് വെക്കുക. ഓണത്തിന് ഇനി മാസങ്ങൾ ബാക്കിയിരിക്കെ മിഥുനം 1 മുതൽ തന്നെ പൂക്കളം ഒരുക്കി മാവേലിയെ വരവേൽക്കുന്ന പാലക്കാടിന്റെ കിഴക്കൻ ഗ്രാമങ്ങൾ കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തിന്റെയും ഗ്രാമീണ സംസ്കാരത്തിന്റെയും ജീവനുള്ള സാക്ഷ്യങ്ങളാണ്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് പരിസ്ഥിതിയോടും പഴമയോടും ചേർന്ന് നിൽക്കുന്ന ഇത്തരം നാട്ടിൻപുറ നന്മകളിലാണ് യഥാർത്ഥത്തിൽ പാലക്കാടിന്റെ പൈതൃകം കണ്ടെടുക്കാനാവുക. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്.